ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ദുബായ്ക്കാർക്ക് എപ്പോഴും ഒരു 3-4 ദിവസത്തെ അവധി കിട്ടിയാൽ നമ്മളെല്ലാവരും ഒരു കറക്കം പ്ലാനുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ നല്ല സ്ഥലങ്ങൾ കണ്ടെത്തി കറങ്ങാൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്കറിയാം, നല്ല ചൂടാണ് പുറത്ത്. സോ ഞങ്ങൾ പകലെങ്ങും പോകാതെ ഞങ്ങളൊരു ഈവനിങ് ആയ സമയത്ത് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകാനാണ് ഈ യാത്ര പോകുന്നത്. നിങ്ങൾക്ക് ഈ യാത്രയുടെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അറിയാനായിട്ട് ഈ വീഡിയോ തുടർന്ന് കാണുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ ഈ ഈവനിങ് എവിടെയാണ് പോകുന്നതെന്ന്. ഞങ്ങൾ മറ്റെങ്ങും അല്ല, ഞങ്ങൾ അബുദാബി ടെമ്പിളിലേക്കാണ് പോകുന്നത് തൊഴുവാനായിട്ട്. പക്ഷേ നിങ്ങൾ നോക്കിയോ, ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അബുദാബി ടെമ്പിൾ പോകുന്ന രീതി എങ്ങനെയാണ് പോകുന്നതെന്നും അവിടുത്തെ രീതികളും കാര്യങ്ങളും എങ്ങനെയാണെന്നും എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. സോ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവുള്ളൂ. നാളെ അബുദാബി അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പോവുക. സോ അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് വൈകിട്ട് തിരിച്ചതൊരു 4-4:30 ഞങ്ങൾ താമസിക്കുന്നത് ഷാർജയിലാണ്. ഷാർജയിൽ നിന്ന് അബുദാബി ടെമ്പിളിലേക്ക് 1 മണിക്കൂർ 15 മിനിറ്റൊക്കെ ട്രാവൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ ഷേഖ് മുഹമ്മദ് റോഡ് പിടിച്ചാണ് ഞങ്ങൾ പോകുന്നത്. സോ ഞാൻ എൻ്റെ ഫാദറിലോയും മദറിലോയും വിസിറ്റിൽ വന്നിട്ടുണ്ട്. സോ അവർക്ക് ദുബായ് കാണാനുള്ളൊരു ചാൻസാണിത്. സോ ഈ പോകുന്ന വഴിക്ക്, ഷേഖ് മുഹമ്മദിൽ കൂടെ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ അവർക്ക് എയർപോർട്ടും സിറ്റി സെൻറ്ററും അതുപോലെ ഗ്ലോബൽ വില്ലേജും അതുപോലെ ദുബായ് സ്റ്റേഡിയവും IMG വേൾഡും എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. ഞങ്ങൾ ഒരു 6 മണിക്കത്തെ അപ്പോയിൻമെൻറ്റാണ് എടുത്തത്. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ദിവസം നിങ്ങൾ നേരത്തെ ബാബ് സിമ്പിളിൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഏത് സമയത്താണ് നിങ്ങൾ തൊഴുവാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ടൈം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് വൈകിട്ട് 6 മണിക്കാണ്. അതിന് കാരണമുണ്ട്, അത് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം എന്താണ് ആ ടൈം തന്നെ സെലക്ട് ചെയ്യാൻ കാരണമെന്ന്. ഇന്നിപ്പോൾ അതുപോലെ തന്നെ അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ട്രാഫിക്കിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ നിന്നുവിൻ്റെ കേസ്, നിന്നു ഇന്ന് ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ അവൾ ഭയങ്കര കരച്ചിൽ ബഹളമായിരുന്നു വണ്ടിയിൽ കയറിയിട്ട്. സോ അങ്ങനെ അവൾ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ കണ്ണ് തുറക്കുന്ന ഇപ്പോൾ അമ്പലത്തിൽ എത്തിയപ്പോഴാണ്. സോ അവൾ ആകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് എവിടെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെ നല്ല ട്രാഫിക്കാണ്. ട്രാഫിക്കിൽ പോലീസ് എല്ലാം അവിടെ ഉണ്ട്. പോലീസുകാർ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും പേടിയായിരുന്നു, നമുക്കിനി പാർക്കിംഗ് കിട്ടുമോ, ഇനി പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ. കാര്യം ഏകദേശം 5:45 ഞങ്ങളിവിടെ എത്തിയപ്പോൾ. അങ്ങനെ അവസാനം പോലീസുകാർ വഴിതിരിച്ച് വിട്ട് ഞങ്ങൾക്ക് അവസാനം പാർക്കിംഗ് കിട്ടിയത് ഒരു കച്ചയിലാണ്. ഇവിടെ ആ മെയിൻ പാർക്കിങ്ങിലൊന്നും കിട്ടിയില്ല. അങ്ങനെ കച്ച പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് ഞങ്ങൾ നമ്മുടെ പന്തലിന് അങ്ങോട്ട് പോവുകയാണ്. കണ്ടില്ലേ, നിന്നുവിൻ്റെ മുഖത്തൊക്കെ ആകെ ഒരു ക്ഷീണമുണ്ട് ഉറക്കത്തിൻ്റെ തന്നെ. അവൾ ആകെ സർപ്രൈസ് ആയിട്ടിരിക്കുന്നത്, എവിടെയാണ് വന്നത്, എന്താണ്, ആരാണ്, എവിടെ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും അമ്പലത്തിനകോട്ട് പോകുന്നൊരു പന്തൽ അവിടെ ഇട്ടിട്ടുണ്ട്. തിരക്കായതുകൊണ്ടായിരിക്കാം. സോ ഞങ്ങൾ ആ പന്തലിന് അങ്ങോട്ട് പോകണം. നല്ല തിരക്ക്, ആൾക്കാരുടെ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ തന്നെ ആലോചിച്ചു, ദൈവമേ ഇനി എപ്പോൾ ഇതിനകത്ത് തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾ ആലോചിച്ചായിരുന്നു. എല്ലാവരും നല്ല ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരണമെന്ന്. നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞതിൻ്റെ ഗുണം ഇവിടെയാണ് നമുക്കുണ്ടാവുന്നത്. കാര്യം ഈ തിരക്ക് ഉള്ളതെല്ലാം രജിസ്ട്രേഷൻ ചെയ്യാതെ വന്നവരുടെയാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഞങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഈ തിരക്കിലൊന്നും പെടാതെ തന്നെ ഞങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറ്റി. ഈ ഒരു ഏരിയയിൽ, എൻട്രൻസ് ഏരിയയിലെ കാര്യമായി പറയണത്. അപ്പോൾ ഞങ്ങൾ അവിടെ ആ ഒരു രജിസ്റ്റർ ചെയ്തിട്ട് വന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തിരക്ക് അനുഭവപ്പെടാതെ നിങ്ങൾ നേരിട്ട് അമ്പലത്തിൻ്റെ സൈഡിലോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റും. നല്ല ചൂടാണ്. ഞങ്ങൾ നിന്നുമൊക്കെ നടന്ന് ക്ഷീണിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ, ഒരു ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഉണ്ട് ഈ പന്തലിൻ്റെ അവിടുന്ന് നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക്. നമ്മൾ ദൂരെ നിന്ന് അമ്പലം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സിൽ എന്തോ ഒരു കുളിർമ ഉണ്ട പോലെ നമുക്ക് തോന്നി. കാരണം അത്ര ഭംഗിയായിരുന്നു ദൂരെ നിന്ന് കാണാൻ തന്നെ. അങ്ങനെ നമുക്ക് ഇങ്ങനെ പോവും. പിന്നെ നമുക്ക് ക്ഷീണം അനുഭവിക്കത്തില്ല. കാര്യം ഇവന് ഈ പന്തലിൻ്റെ അവിടെ തന്നെ നമുക്ക് ഈ വെള്ളം സ്പ്രേ ചെയ്ത് വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇതുണ്ട്. എല്ലാവരും വേർക്കൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും നമുക്ക് ആ ചൂടറിയത്തില്ല ആ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ കുടിക്കാൻ ദാഹമുള്ളവർക്ക് ഇഷ്ടംപോലെ വെള്ളം അവിടെ സൈഡിൽ കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ആണ്, എത്ര വേണമെങ്കിലും നമുക്ക് വെള്ളം മേടിച്ച് കുടിക്കാം. കണ്ടില്ലേ അമ്പലം, ഞങ്ങൾ ആ ഒരു പന്തലിൽ അവിടെ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഇത്. നല്ല ഭംഗി. നമുക്ക് മറ്റേ അയോധ്യ അമ്പലത്തിൽ പോകുന്ന പോലെ അയോധ്യ അമ്പലമൊക്കെ കാണുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ദൂരെ നിന്ന് കാണുമ്പോൾ. നല്ല തിരക്കാണ്. കണ്ടില്ലേ അമ്പലത്തിൻ്റെ അവിടെ തൊഴാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് അവിടെ കാണുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് അവിടുത്തെ നമ്മുടെ സെക്യൂരിറ്റി ഗേറ്റ്. അവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷനൊക്കെ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ എമിറേറ്റ്സ് ഐ ഒക്കെ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ എമിറേറ്റ്സ് ഐ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എമിറേറ്റ്സ് ഐ പാസ്പോർട്ടൊക്കെ കൊണ്ടുവരണമെന്ന്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യുന്നത് എമിറേറ്റ്സ് ഐ നമ്പരും അതുപോലെ തന്നെ വിസിറ്റ് വിസയിലുള്ളവർ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. സോ അത് ഓട്ടോമാറ്റിക്കലി അവർ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട്. സോ അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫിസിക്കലായിട്ട് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ പോവുക. രജിസ്റ്റർ ചെയ്യാതെ വരുന്നവർ ഉറപ്പായിട്ടും ഇതെല്ലാം കയ്യിൽ കരുതേണ്ടതാണ്. കാര്യം ഇതെല്ലാം രജിസ്ട്രേഷൻ ആവശ്യമാണ്.
ഓക്കെ, അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ ഇതുപോലെ നല്ല ക്യൂ ആണ്. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. നമുക്ക് ഈ ഒരു ഭാഗം വരെ ഫോട്ടോഗ്രാഫി അലൗഡ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അലൗഡ് ഉള്ളത്. സോ ആ ഏരിയ ആണ് നമ്മുടെ സെക്യൂരിറ്റി ഏരിയ. അവിടെ നമ്മുടെ എയർപോർട്ടിലൊക്കെ പോലാണ് കേട്ടോ. ബെൽറ്റ്, വാച്ച് എല്ലാം ഊരി വിട്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ആ ഒരു ഏരിയ കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ സെക്യൂരിറ്റി ഗേറ്റിൽ കുറേ സമയം എടുത്തു. അവിടുത്തെ പിന്നെ പതുക്കെ നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് വന്നു. വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ആണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. വെള്ളം കാര്യങ്ങൾ നല്ല രണ്ട് സൈഡിൽ നല്ല പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി. അവിടെ ദൂരം കണ്ടിട്ടേ നല്ല രസമാണ് കാണാൻ. ഈ കാണുന്നതാണ് നമ്മുടെ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലം. അവിടെ നമ്മൾ ചെരുപ്പ് വെച്ച് കൈക്കാലും കഴുകിയിട്ട് വേണം പോകാൻ. ആ ചെരുപ്പ് വെക്കുന്ന ഇടയിലോട്ട് പോകുന്നിടത്താണ് ഈ മണിയെല്ലാം കെട്ടിയിരിക്കുന്നത്. നിന്നുവിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ മണി കെട്ടിയിരിക്കുന്നത്. അവൾ അതിനകത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട്. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഞങ്ങൾ പെതുക്കെ അമ്പലത്തിലേക്ക് നീങ്ങിയാണ്. അവിടെ നമുക്കിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ അറിയാം ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോഗ്രാഫി ഇവിടെയൊക്കെ അലൗഡ് ഉണ്ട്. പക്ഷേ അമ്പലത്തിനകത്ത് നമുക്ക് അലൗഡ് അല്ല. അതായത് ഈ നമ്മൾ തൊഴുവെന്നെടുത്ത് അതിൻ്റെ തൊട്ട് മുമ്പ് വരെ നമുക്ക് അലൗഡാണ്. സോ അതുവരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അകത്തെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഞങ്ങൾ പെതുക്കെ അമ്പലത്തിൻ്റെ പടി കയറുകയാണ്. ഞാൻ പടിയെ തൊട്ട് തൊഴുതിട്ട് കയറുന്ന കണ്ടിട്ട് നിന്നുവിനും പടിയെ തൊട്ട് തൊഴുതെന്ന് പറഞ്ഞാൽ അവൾ എല്ലാ പടിയും തൊട്ട് തൊഴുതാണ് കയറിയത്. പപ്പയ്ക്ക് പിന്നെ ചെറിയ രീതിയിൽ നടക്കാനുള്ളത് ഉണ്ടായതുകൊണ്ടും പപ്പയും വളരെ പതുക്കെയാണ്. ഞങ്ങൾ വളരെ സാവധാനമാണ് കയറിയത്. കാരണം 6 മണി അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. 6 മണി 6:10 നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ. പക്ഷെ അത് പ്രശ്നമില്ല, നമുക്ക് നേരെ കയറാം. ഒന്നാണ്ട് അമ്പലത്തിൻ്റെ അകം എത്തി. ഞാൻ അവിടുത്തെ മേളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. വളരെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ എനിക്ക് ക്യാമറ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അകത്തോട്ട് നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ തൊഴുതിട്ട് വെളിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും ക്യാമറ യൂസ് ചെയ്യാൻ പറ്റിയത്. സോ നല്ല രസമുണ്ട് ഇവിടുത്തെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും. അവിടുത്തെ ഓരോ ഭിത്തിയിലെല്ലാം വെച്ചേക്കുന്ന ഓരോ ആർട്ടുകളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ല മറ്റേ തിരുപ്പതി അമ്പലത്തിലും അതുപോലെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ വോളിലൊക്കെ കാണത്തില്ല, അതുപോലുള്ള ഭംഗിയാണ്. നല്ല രസമാണ്. അവിടെ ഒരു ഭക്തി സാന്ദ്രം, ഡിവൈൻ ഫീൽ എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്ക് കിട്ടും. പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറയാൻ ഈ സമയം സെലക്ട് ചെയ്യാനുള്ള കാരണം, 6 മണി സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് വരുമ്പോൾ നമുക്ക് ഈവനിങ് ഒരു ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ അമ്പലത്തിൽ ആ ലൈറ്റിങ് വരുമ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ വൈകിട്ട് പോകുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ സമയം തന്നെ ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 7:30 നമ്മുടെ ഗംഗാ ആരതി പൂജ എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ട്. വളരെ സൂപ്പറാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് അതുള്ളത്. നമ്മൾ തന്നെ ആരതി ഇങ്ങനെ ഗംഗാജലത്തിനെ മനസ്സിൽ ധ്യാനിച്ച് ഗംഗയ്ക്ക് വേണ്ടിയിട്ട് ആരതി ഒഴിയുന്ന ഒരു പരിപാടി. അത് ഇവിടെ 7:30 അപ്പോൾ ഈ 6 മണിക്ക് നമ്മൾ വന്നാൽ ഈ ഇവിടെ എല്ലാം തൊഴുത് കണ്ടതിന് ശേഷം 7:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗംഗാ ആരതി പൂജ നടക്കുന്നുണ്ട്. ഈ ഏരിയ ഇതാണ് ഗംഗാ ആരതി പൂജയുടെ സ്ഥലം. ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഗംഗാജലമാണെന്ന് മനസ്സിൽ കരുതിയാണ് നമ്മൾ അവിടെ നിന്ന് ചെയ്യേണ്ടത്. സോ ഇവിടെ വരുമ്പോൾ ഇതിന് മുമ്പ് നമുക്ക് അവിടെ ഇതിൻ്റെ ആരതിക്കുള്ള വിളക്ക് മേടിക്കണം. നമുക്ക് 3 ടൈപ്പ് വിളക്കാണ് അവിടെ ഉള്ളത്. 5 ദിർഹത്തിന് ചെറിയ കൈവിളക്കും, അതുപോലെ വീണ്ടും 5 രൂപ ലോട്ടസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ താമര വിളക്കും, പിന്നെ തട്ടായിട്ടുള്ള ഒരു വിളക്കും. അങ്ങനെ 3 വിളക്കാണുള്ളത്. അതിനകത്ത് തട്ടായിട്ടുള്ള വിളക്കിന് 51 ദിർഹമാണ്. ബാക്കി രണ്ടിനും 5 ദിർഹമുള്ളൂ. ഈ താമര വിളക്കോ അല്ലെങ്കിൽ ഈ ലോട്ടസ് ലൈറ്റ് അല്ലെങ്കിൽ ഈ തട്ടായിട്ടുള്ള ലൈറ്റ് മേടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഏരിയ, അത് ഈ പൂളിൻ്റെ സൈഡിലേക്ക് നമ്മളെ വിടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലൊരു സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ഇരുന്ന് നമ്മുടെ സാധാ കൈവിളക്ക് കൊണ്ട് അവിടെ ഇരുന്ന് വേണം ആരതി ചെയ്യാൻ. ഇത് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബൾബാണ് കേട്ടോ. അത് LED ബൾബാണ്, അല്ലാതെ ഇതല്ല, തീയല്ല. സോ അതുകൊണ്ട് തന്നെ നിന്നുവിനെ അത് വെച്ച് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളിരുന്ന് ആദ്യമേ ഇരുന്ന് ആരതി ഒഴിയുന്നത് നിന്നുവാണ്. നിന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടുത്തെ ചൂട് കാര്യങ്ങളൊന്നും അവൾക്കൊരു പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ലോട്ടസ് ലൈറ്റ് വെക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം തരും. അവിടെ നല്ല ഒരു ഭംഗിയാണ് അവിടെ. നിന്നും അവിടെ നല്ല ബഹളമായിരുന്നു. അവൾക്കും ഇതുപോലെ ആരതി ഒഴിയണം, അവൾക്ക് ആ ലോട്ടസ് ലൈറ്റ് ഒഴിക്കണം, അതുപോലെ ആ പൂളിൽ ഇറങ്ങണം, കാലിട്ട് അവിടെ ഇറങ്ങി വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ നമ്മളതിനെ സമ്മതിച്ചില്ല. അങ്ങനെ നല്ല ഈ ഒരു ഇൻട്രൊഡക്ഷൻ നല്ല രസമാണ് കേൾക്കാൻ. അവിടുത്തെ എന്താണ് അതിൻ്റെ ഐതിഹ്യം, എന്താണ് കാര്യങ്ങളൊക്കെ പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ ഇൻട്രൊഡക്ഷനിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ആരതി പൂജ, പിന്നെ ആ ലോട്ടസ് ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യം വിചാരിച്ചത് അത് കത്തത്തില്ല എന്ന്, പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് അത് അങ്ങനെയല്ല, അത് ആ വെള്ളത്തിൽ ഇടുമ്പോഴാണ് ആ ലൈറ്റ് കത്തുന്നതെന്ന്. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ അങ്ങോട്ട് പോകും തോറും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാനിത് പറയാനുള്ള വേറെ കേസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ദുബായ് ടെമ്പിളും അബുദാബി ടെമ്പിളും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ വൈസ് ആണ്. അല്ലാതെ അവിടുത്തെ പ്രതിഷ്ഠകളുടെ ഇതിൽ എനിക്ക് ദുബായ് ടെമ്പിളാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാര്യം ദുബായ് ടെമ്പിളിലെ പ്രതിഷ്ഠകളൊക്കെ വളരെ നല്ലതാണ്. അബുദാബി ടെമ്പിളിൽ പ്രതിഷ്ഠകളുണ്ട്, പക്ഷെ അത്ര അങ്ങ് വലിയ ഒരു ഇതില്ല, കുറവാണ്. പക്ഷെ
കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് ഒരു ഡിവൈൻ ഫീൽ. പക്ഷേ അവിടുത്തെ സ്ട്രക്ചേഴ്സ് അടിപൊളിയാണ്. എനിക്ക് അതിന് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. പിന്നെ ഈ ഒരു ഇത് ഗംഗാ ആരതി എന്ന് പറഞ്ഞ സംഭവം നല്ലതാണ് കേട്ടോ. നമ്മളെ എത്ര മനസ്സ് വിഷമിച്ചിരുന്നാലും ഈ ഒരു സംഭവം കാണുമ്പോൾ നമ്മൾ അങ്ങ് അലിഞ്ഞു പോകും ഡിവൈനായിട്ട്. നല്ല രസം. കാര്യം അതിൻ്റെ അടുത്ത് ഈ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടൊരു പാട്ട് ഇടുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേൾക്കാൻ, നല്ല രസം. നമ്മൾ കാണാം. അങ്ങനെ ആരതി പൂജയുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ലോട്ടസിൻ്റെയാണ് ഫസ്റ്റ് ഇത് കിടക്കുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ആദ്യം ഈ ലോട്ടസുകളൊക്കെ ഉള്ളവർ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ലോട്ടസ് നമ്മുടെ ഗംഗയിലും ഒഴുക്കുകയാണ് ചെയ്യേണ്ടത്. സോ അവിടെ എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലോട്ടസുകളൊക്കെ ഒഴുക്കാൻ പോവാണ്. നിന്നു ബാക്കിൽ നിന്ന് വലിക്കുന്നുണ്ട് അവർക്ക് ഒഴുക്കണമെന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ ആ ലൈറ്റ് കത്തി ഉണ്ടല്ലേ താമരക്കകത്ത്, ഇതുപോലെ എല്ലാവരും ഇട്ടിട്ട് അത് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് അവിടെ. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സോ നല്ല രസമായിരുന്നു ഇങ്ങനെ കാണാൻ. ഞാനപ്പോൾ ക്യാമറ എടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. കാര്യം അവിടെ സൈഡിലെല്ലാം ആൾക്കാരിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മളിതെല്ലാം കാണിക്കാൻ വേണ്ടി ക്യാമറ എടുക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ വേറെ സംബന്ധിച്ച് ഈ സൈഡിൽ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിലേക്ക്, അതായത് നമ്മൾ അമ്പലത്തിലേക്കൊരു വ്യൂ കാണണം. എന്താ ഭംഗി എന്നറിയാം. ആ ലൈറ്റും കാര്യങ്ങളും ആ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷനും എല്ലാം ആയിട്ട് സൂപ്പർ, നല്ല രസമാണ്. ഞാൻ പറയാം ഇതെല്ലാം നമ്മളൊരു വലിയ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിവൈൻ ഫീൽ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് ദുബായ് അമ്പലത്തിലും അതുപോലെ നമുക്ക് ആ ദീപാരാധന സമയത്ത് അത് കിട്ടും. അതുപോലെയാണ്. അപ്പോൾ 2ാമത്തെ സ്റ്റെപ്പ് പോലെയാണ് നമ്മുടെ ആരതി പൂജയിൽ കണ്ടില്ലേ, നമ്മുടെ ആ തട്ടുവിളക്കിൻ്റെ അതിനും ഈ പറഞ്ഞ പോലെ വേറൊരു ഭക്തിഗാനമാണ് ഇടുന്നത്. നല്ല രസമാണ് കേൾക്കാൻ. അങ്ങനെ നമ്മൾ അതും ഇങ്ങനെ കാണാൻ അവിടെ ഇപ്പം ഇന്ന് തിരക്ക് 2 പേരേ ഉള്ളൂ. സാധാരണ ഇവിടെ ഒരുപാട് പേരുണ്ടാവാണ് ഈ വിളക്കും കൊണ്ട് ഇങ്ങനെ ആരതി ചെയ്യാനായിട്ട്. നല്ല രസമാണ്, നിങ്ങൾ കേട്ട് നോക്കും. ലൈറ്റൊക്കെ എന്താ മൂടല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് പല സമയത്തായിട്ട് വരുന്നത്. പക്ഷേ ഇത് 7:30ക്കാണ് ടൈം കേട്ടോ. എല്ലാവരും മറക്കാതെ നോട്ട് ചെയ്ത് 7:30ക്കാണ് ടൈം. 7:30ക്ക് തന്നെ വന്നാലേ ഇത് കിട്ടുള്ളൂ. വേറൊരു സമയമില്ല. എല്ലാ ദിവസവും 7:30ക്കാണ് ആരതി പൂജ ഉള്ളത്. സോ നിങ്ങൾ 6 മണിക്ക് തന്നെ എത്തുക. എത്തിയിട്ട് കാര്യങ്ങൾ 7:30ക്ക് ഇത് അറ്റൻഡ് ചെയ്യുക. ഇത് കുറേ നേരം ഉണ്ട് കേട്ടോ. കുറച്ച് നല്ല രീതിയിൽ ടൈമിലുണ്ട്. ഞാനത് ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. കുറച്ച് കട്ട് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. കുറേ നേരമുണ്ട്. അതേ പറഞ്ഞാൽ നല്ല ടൈം എടുത്തിട്ടുള്ള സാധനമാണ്. 7:30 തൊട്ട് 7:45, 7:50 വരെയൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് നിന്നെ അവിടെ കിടന്ന് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ ആ ഒഴുക്കി വിട്ട ലോട്ടസ് എല്ലാം ഇങ്ങനെ ഒഴുകി ഇതുപോലെ വന്ന് അടിയും ഒരു സൈഡിൽ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അമ്പലത്തിലെ യാത്രയെല്ലാം തീരാൻ പോവുകയാണ്. ഞങ്ങൾ എല്ലാവർക്കും നല്ലത് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ മനസ്സിൽ പൂർണ്ണ സംതൃപ്തിയോടെ, പൂർണ്ണ ഭക്തിയോടെ, വളരെയധികം സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നിന്നുമായിട്ട് ഞങ്ങൾ അമ്പലത്തിലെ പടിയിറങ്ങുന്നു. പക്ഷേ ഇനിയും ഞങ്ങൾ വരും, ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഇനിയും വരണം. വളരെയധികം ഇഷ്ടപ്പെട്ടു അമ്പലം. ഒരു നല്ല ഡിവൈൻ ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ നേരെ ചെന്നിട്ട് ചെരുപ്പെടുത്തിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഞങ്ങൾ പ്രസാദം കണ്ടായിരുന്നു. പ്രസാദം കിട്ടും, അത് മേടിക്കണം. കാരണം നല്ല വിശപ്പ് കേട്ടോ, നല്ലൊരു വിശപ്പായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് തന്നെ. അതുപോലെ നിന്നുവിന് അപ്പോൾ വീണ്ടും ആ മണി കണ്ടിട്ട് മണി അടിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നിന്നുമായിട്ട് കുറച്ച് നേരം ആ മണിയൊക്കെ അവിടെ അടിപ്പിച്ചു അവളെ കൊണ്ട്. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണു. ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ.